സ്വാമി ശരണം. നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി ചർച്ച ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടന്നിരുന്നു. അയ്യപ്പ സംഗമത്തോടനുബന്ധിച്ച് തന്നെ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ പന്തളം ദേശത്ത് ഇന്ന് അയ്യപ്പ ഭക്ത സംഗമവും സംഘടിപ്പിച്ചു. രണ്ട് സംഗമങ്ങളും ഭക്തജനങ്ങളെ സംബന്ധിച്ചും പൊതുജനങ്ങളെ സംബന്ധിച്ചും നന്നായി കാണുവാനും ഓരോന്നിൻ്റെയും അനുഭവങ്ങൾ മനസ്സിലാക്കുവാനും ദൃശ്യ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും നന്നായ രീതിയിൽ നമുക്കതിന് വേണ്ട കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നിരുന്നു. ഇന്നത്തെ ഭക്തസംഗമത്തിൽ വളരെയധികം ആളുകളാണ് ഹാളിൽ തടിച്ചു കൂടിയിട്ടുള്ളത്. എല്ലാ കസേരകളും ഫുള്ളായിട്ട് പൂർണ്ണമായും ഫില്ല് ചെയ്തുകൊണ്ട് വലിയൊരു അയ്യപ്പ സംഗമത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 20-ാം തീയതി പമ്പയിൽ നടന്ന സമ്മേളനത്തിൽ അയ്യപ്പ ഭക്തന്മാർ നന്നേ കുറവായിരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിഞ്ഞത്. ഇന്ന് നടന്ന ഭക്തസംഗമത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയ്യപ്പ ഭക്തന്മാർക്ക് ലഭിക്കേണ്ട പ്രാഥമിക കൃത്യങ്ങളെ സംബന്ധിച്ചാണ് കൂടുതലും ചർച്ചകൾ നടത്തപ്പെട്ടത്. ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണ കമ്മീഷനായിട്ട് മുൻ സമയങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി വരെയും ഇന്നത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ശബരിമലയുമായി ഏറ്റവും കൂടുതൽ അടുത്ത് പരിചയമുള്ള 1983 മുതൽ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ആചാരവുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തിട്ടുള്ള ശ്രീ കുമ്മനം രാജശേഖരൻ, അദ്ദേഹത്തിൻ്റെ ഭക്തി നിർഭരമായിട്ടുള്ള വാചകങ്ങൾ അയ്യപ്പ ഭക്തന്മാർക്കിടയിൽ വലിയ പ്രചോദനം സൃഷ്ടിക്കത്തക്ക രീതിയിലാണ് ഇന്നത്തെ യോഗത്തിൽ അദ്ദേഹം സംസാരിച്ചത് എന്ന് നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാകും. ശബരിമല സംരക്ഷണ സംഗമം എന്നുള്ള പന്തളത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നിട്ടുള്ള സെമിനാറിലാണ് ശ്രീ കുമ്മനം രാജശേഖരൻ അയ്യപ്പ ഭക്തന്മാരെ അഭിസംബോധന ചെയ്യുന്നത്. ശ്രീലങ്കയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമായി വളരെയധികം ഭക്തരും ഇതിനോടൊപ്പം പങ്കുചേർന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഒരു വഴിക്കുകൂടി നമ്മൾ പറയുന്ന അവസരത്തിൽ ഇരുവശങ്ങളിലും നടക്കുന്ന സംഗമത്തിൻ്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഭക്തജനങ്ങളെ ഏത് രീതിയിലാണ് അത് കാണുന്നത് എന്ന് ഈ സംഗമങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമായ രീതിയിൽ, കൃത്യമായ രീതിയിൽ മനസ്സിലാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. അയ്യപ്പ ഭക്ത സംഗമം നടക്കുമ്പോൾ അയ്യപ്പനുമായി ചേർന്നുകൊണ്ട് നടക്കുന്ന സംഗമത്തിൽ അയ്യപ്പ ഭക്തന്മാരും അതുപോലെ ഉള്ള ആളുകളുമാണ് അതിൽ പങ്കെടുക്കേണ്ടത്. ഇന്നത്തെ ഭക്ത സമ്മേളനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരക്കാണ് റോഡിൽ അനുഭവപ്പെട്ടത്. വാഹനങ്ങൾ തിങ്ങി നിരങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അയ്യപ്പ സംഗമത്തിലെ സെമിനാർ പന്തളം ഓഡിറ്റോറിയത്തിൽ നടക്കുന്നു. കുളനടയ്ക്ക് സമീപം
കുളനടയുടെ സമീപത്തായിട്ട് നടത്തിയ പന്തലിൽ വൈകിട്ട് 4 മണിക്ക് ശേഷം അയ്യപ്പ സംഗമവും നടക്കുന്നു. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുവാൻ എത്തിയ ആളുകളുടെ ബാഹുല്യം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലും ഞെട്ടിച്ചു കളഞ്ഞു. കാരണം അവിടെയുള്ള കച്ചവടക്കാരോ നാട്ടുകാരോ ഒന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ ഒരു ആൾക്കൂട്ടമാണ്, ഭക്തജനങ്ങളാണ് ഈ സംഗമത്തിൽ പങ്കെടുത്തത് എന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. മൈതാനത്ത് ഇട്ടിട്ടുള്ള ആ പന്തലിൻ്റെ മുന്നിലായി MC റോഡ് പൂർണ്ണമായും തടസ്സപ്പെടുന്നതാണ് സമ്മേളനം തുടങ്ങിയതിന് ശേഷം കാണാൻ കഴിഞ്ഞത്. പന്തളത്ത് നിന്ന് തുമ്പമൺ വഴി കുളനടയിലേക്ക് വാഹനങ്ങൾ തിരിച്ചുവിടുകയും കുളനടയിൽ നിന്ന് തുമ്പമൺ വഴി പന്തളത്തേക്കും വാഹനങ്ങൾ തിരിച്ചുവിട്ടുകൊണ്ടാണ് ഈ സമ്മേളനത്തെ പോലീസിന് പോലും നോക്കിക്കാണേണ്ടതായി വന്നത്. എന്നാൽ ഭക്തജനങ്ങൾ, റോഡിൽ നിന്നവരെല്ലാം, കുട്ടികൾ ഉൾപ്പെടെ സ്കൂളിൽ നിന്ന് വന്ന സമയത്ത് അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് യാത്ര ചെയ്യുവാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കുകയും ചെയ്തു. പന്തലിനുള്ളിലേക്ക് കയറുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ മണ്ണ് നുള്ളിയിട്ടാൽ താഴാത്ത രീതിയിലുള്ള ഭക്തജന തിരക്കാണ് അതിൻ്റെ ഉള്ളിൽ അനുഭവിക്കാൻ ഓരോരുത്തർക്കും ഇട വന്നത്. ദൃശ്യ മാധ്യമങ്ങളിലും ഈ സമ്മേളനത്തിൻ്റെ ദൃശ്യങ്ങൾ തത്സമയം കാണിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ച് ശബരിമല എന്ന് പറയുന്ന ഒരു പുണ്യക്ഷേത്രം, കാനന ക്ഷേത്രം, ഒരു കാരണവശാലും അത് ഭക്തിയുടെ മാത്രം ഭാഗമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഭക്ത സംഗമം നടക്കുന്ന സമയത്ത് ഭക്തർക്ക് വേണ്ടി നടത്തിയ ഗാനമേള, അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന വളരെയധികം ഭക്തരെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഭക്തജനങ്ങൾക്കെല്ലാവർക്കും ശബരിമല എന്ന് പറയുന്നത് ഒരു സുഖവാസ കേന്ദ്രമായിട്ട് കാണാനല്ല ആരും ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ് സെമിനാറിലും പൊതുയോഗത്തിലും ഉയർന്നു കണ്ടത്. പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഭരിക്കുന്ന പാർട്ടിയുടെയും പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികളുടെയും അവരുടെ ഇംഗിതത്തിനനുസരിച്ചാണ് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഇരു കൂട്ടത്തിൽ നിന്നും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാകും എന്നുള്ളത് യാദൃശ്ചികമല്ല. അതെന്തായാലും ഉണ്ടാകും എന്നുള്ളത് ശബരിമല സംരക്ഷണ സംഗമത്തിൽ അവിടെയും നമ്മളത് വീക്ഷിച്ചതാണ്. എന്തായാലും വളരെയധികം അയ്യപ്പ ഭക്തന്മാര് ഈ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ പന്തളത്ത് നടന്ന യോഗത്തിൻ്റെ ആളുകളുടെ ബാഹുല്യം അത് ഏറ്റവും വലിയ ഒരു സംഭവമായിട്ട് തന്നെയാണ്, ചരിത്ര സംഭവമായിട്ട് തന്നെയാണ് മാറിയിട്ടുള്ളത് എന്ന് യാതൊരു സംശയവും. പമ്പയിൽ നടന്ന സംഗമത്തിലെ രജിസ്ട്രേഷൻ ഏർപ്പെടുത്തിക്കൊണ്ട് ഭക്തജനങ്ങൾ എന്നുള്ള രീതിയിലല്ല സത്യത്തിൽ രജിസ്ട്രേഷനൊക്കെ നടന്നിട്ടുള്ളത്. സ്ഥിരം കുറ്റികളായി മാസത്തൊഴിലുകാരായിട്ടുള്ള വളരെയധികം ആളുകൾ ശബരിമലയിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് കത്തുകൾ അയച്ചിട്ടുള്ളതും. ഭക്തിയുടെ മറവിൽ ഒരാളും അതിനകത്ത് കയറിയിരിക്കുകയോ ശരണം വിളിക്കുകയോ ഭക്തിയുടെ മറവിലുള്ള ഒരു സംഭവങ്ങളും അവിടെ കാണാതെ വന്നപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇവിടെ പറയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ തന്നെ പറയാം, കാക്ക തേടി കുമ്പളത്തി അനുഭവിച്ചു എന്നുള്ളത്. അയ്യപ്പ സംഗമം എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് രാഷ്ട്രീയ പാർട്ടി, ഭരിക്കുന്ന പാർട്ടി, ദേവസ്വം ബോർഡും കൂടി ഭക്തജനങ്ങളുടെ മനസ്സിലേക്ക് ഇറക്കി വിട്ടുകൊടുത്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് അയ്യപ്പ സംഗമം. പക്ഷെ ഭക്തജനങ്ങളെ സംബന്ധിച്ച് അതൊരു അയ്യപ്പ സംഗമം എന്നുള്ള രീതിയിൽ അതിനെ തോന്നിയില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം കാര്യങ്ങളെല്ലാം പറഞ്ഞു എങ്കിലും, ശബരിമല നട തുറന്ന് കിടന്നിട്ടുണ്ട് എങ്കിലും ഒരാൾ പോലും
ഇരുമുടി കെട്ടുമായി പോകുന്നവരോ ഭക്തജനങ്ങളോ ഒന്നും ആ സ്റ്റേജിലേക്ക് കടന്നു വരുന്നതിന് അനുവദിച്ചിരുന്നുമില്ല. അതിനകത്തേക്ക് കടന്നു വരാനായിട്ട് ഒരാളും നിന്നുമില്ല എന്നുള്ളതാണ് സത്യം. അവിടെ കസേരകൾ ഒഴിഞ്ഞ സമയത്ത് അയ്യപ്പ ഭക്തന്മാരെ വിളിച്ചു കയറ്റാനായിട്ടുള്ള ശ്രമം നടന്നിട്ടും അതും ഫലിച്ചില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ ഗുണങ്ങളെല്ലാം ഭക്തജനങ്ങളെ സംബന്ധിച്ച് പന്തളത്ത് വന്നിട്ടാണ് അതെല്ലാം തീർത്തത്. അതിൻ്റെ ശക്തി തെളിയിച്ചുകൊണ്ട് തന്നെ 2018 നടന്ന ഒക്ടോബർ 2 നടന്ന സമ്മേളനം പോലെ അതിലും വിപുലമായ രീതിയിൽ വലിയ ഒരു രണ്ടാമത് ഭക്തസംഗമം വീണ്ടും പന്തളത്ത് അരങ്ങേറി എന്നുള്ളതാണ് വാസ്തവം. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ ഒരു സമ്മേളനത്തിലേക്ക് പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ വത്സം തില്ലങ്കേരിയെ പോണക്കുള്ള ഹൈന്ദവ നേതാക്കന്മാര് അക്ഷരാർത്ഥത്തിൽ അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിന് കുളിർമയേകുന്ന രീതിയിലുള്ള വാക്ചാരുതയാണ് ഈ സമ്മേളനത്തിൽ ജനങ്ങളുടെ ചെവികളിലേക്ക് എത്തിച്ചത്. ആവേശം കൊണ്ട് അയ്യപ്പ ഭക്തന്മാരെ ശരണം വിളിച്ചുകൊണ്ടും കൈയടിച്ചുകൊണ്ടും പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ ദൃശ്യങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത്. അത് വളരെ ഭക്തജനങ്ങളെ സംബന്ധിച്ച് അയ്യപ്പ ഭക്തർ എന്ന് പറയുമ്പോൾ 41 ദിവസത്തെ വ്രതമെടുത്തുകൊണ്ട് ശബരിമലയിലേക്ക് യാത്ര ചെയ്യുന്ന, നഗ്നപാതരായി യാത്ര ചെയ്യുന്ന, 83 കിലോമീറ്ററുകൾ പന്തളത്തു നിന്ന് തിരുവാഭരണത്തോടൊപ്പം യാത്ര ചെയ്യുന്ന, എരുമേലിലെത്തി പേട്ടതുള്ളി ശബരിമലയിലേക്ക് ഏതാണ്ട് 58 കിലോമീറ്റർ നഗ്നപാതരായി യാത്ര ചെയ്യുന്ന വളരെയധികം ഭക്തജനങ്ങൾ നമുക്കിവിടെ ഭക്തരായി ഉള്ളപ്പോൾ അവരുടെ ഒന്നും മനസ്സിൽ പമ്പയിൽ നടന്നിട്ടുള്ള സംഗമമല്ല, പന്തളത്ത് നടന്നിട്ടുള്ള സംഗമമാണ് അവരുടെ മനസ്സിലേക്ക് ചെന്നത് എന്ന് ഈ അവസരങ്ങളിൽ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, കാക്ക തേടി കുമ്പളത്തി അനുഭവിച്ചു. ഇതാണ് സത്യത്തിൽ ഇന്ന് പന്തളത്ത് നടന്നിട്ടുള്ളത്. എന്തായാലും കിട്ടിയ ഒരു അവസരം ഭംഗിയായി അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നതിനും കർമ്മസമിതിക്കും സാധിച്ചു എന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ല. ഭക്തരായിട്ടുള്ളവരും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഒക്കെ തന്നെ ഈ സമ്മേളനത്തിലേക്ക് കടന്നു വരുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷെ ജനങ്ങളുടെ റോഡ് പന്തളം മൊത്തത്തിൽ പന്തളം മുതൽ കുളനട വരെയുള്ള ഭാഗം അക്ഷരാർത്ഥത്തിൽ റോഡുകൾ സ്തംഭിച്ചുപോയി എന്നുള്ളതാണ് വാസ്തവം. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം, പബ്ലിക് റോഡ് പൂർണ്ണമായും ട്രാഫിക്, ഒരു കാരണവശാലും വാഹനങ്ങളൊന്നും കടക്കാൻ പറ്റാത്ത രീതിയിൽ ശബരിമല സംരക്ഷണ സംഗമം 2025 നടത്തി എന്നുള്ളതാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അതിനിടയ്ക്കൂടെ വരുന്ന വാഹനങ്ങൾ നമുക്കറിയാം, ഇത് കാണുമ്പോൾ അറിയാം, MC റോഡ് വഴി വരുന്ന വാഹനങ്ങൾ, അത്യാവശ്യം വാഹനങ്ങളെല്ലാം കടത്തിവിടുന്നതിനും അയ്യപ്പ ഭക്തന്മാരതിന് സഹകരിച്ചിരുന്നു എന്നുള്ളതാണ് ആ ഭക്തിയുടെ പരിവേഷം അവിടെ കാണുന്നത്. കൊടിതോരണങ്ങൾ കൊണ്ടും ആവേശം കൊണ്ടും റോഡുകൾ തിങ്ങി നിറഞ്ഞ് അടുത്തുള്ള വീടുകളുടെ മുകളിലും മരങ്ങളിലും എല്ലാം കയറിയിരുന്നു കൊണ്ടാണ് ഭക്തജനങ്ങൾ ഈ സംഗമത്തെ വീക്ഷിച്ചത് എന്നുള്ളതും ഇത് കാണുമ്പോൾ ഇതൊക്കെ പറയാതെ ഇരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളതുമാണ് സത്യം. എന്തായാലും ആഗോള അയ്യപ്പ സംഗമം, പന്തളത്ത് നടന്ന ആഗോള അയ്യപ്പ സംഗമവും രണ്ടിൻ്റെയും ദൃശ്യങ്ങളും മാധ്യമങ്ങളുടെ വാർത്തകളും നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെമിനാർ അത് വളരെ കൃത്യമായ രീതിയിൽ തന്നെ പന്തളത്ത് അവതരിപ്പിച്ചു.